ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള അന്വേഷണം മുന്നിലേക്ക് നീങ്ങുന്നു. മറുവശത്ത് ഒരു ഫോട്ടോ വിവാദവും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ഫോട്ടോ പങ്കുവച്ചു എന്നുള്ള കേസിൽ രാവിലെ കോൺഗ്രസ് നേതാവായ N സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയ തോതിൽ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കലാപാഹ്വാനമൊക്കെ ചുമത്തിക്കൊണ്ടായിരുന്നു കേസെടുത്തത്. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യത്തെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മണിക്കൂറുകളോളമാണ് പ്രതിഷേധിച്ചത്. KPCC രാഷ്ട്രീയ സമിതി അംഗമായിട്ടുള്ള N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത സംഭവം പോലീസിന്റെ സ്വാഭാവിക നടപടി മാത്രമാണോ, അതോ CPM ഇതിനെ കുറെ കൂടെ രാഷ്ട്രീയ പ്രേരിതമായി നാടകീയമായി കൊണ്ടുപോയതാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സംഭവത്തിൽ ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള പരസ്പരം ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉണ്ടായത്. ഇന്ന് രാവിലെ കുരുവട്ടൂരിലെ വീട്ടിലെത്തിയാണ് N സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. CPM ഒരു ഉന്നത നേതാവ് പോലീസിനെ ഫോണിൽ ബന്ധപ്പെടുകയും അതിനുശേഷമാണ് തൻ്റെ സ്വന്തം വാഹനത്തിൽ എത്താമെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് സമ്മതിച്ചില്ല. പിന്നീട് നിലപാട് പോലീസ് മാറ്റി. ഇതിലൊക്കെ CPMന്റെ കൃത്യമായ ഇടപെടലുണ്ട് എന്നാണ് ഉന്നയിക്കുന്ന ആരോപണം. എൻ്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എഴുതിയെടുക്കുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു കോള് CIക്ക് വരികയാണ്. അപ്പോൾ CI സർ എന്ന് പറയുന്ന മറുപടി അത്ര നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് CI പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കൂടെ സ്റ്റേഷൻ വരെ വരണം. അതുവരെ പറഞ്ഞത് ഇവിടുന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. 2 ചിത്രങ്ങളാണ് പങ്കുവച്ചിരുന്നത്. അതിൽ ആദ്യം പങ്കുവച്ച ചിത്രത്തിൽ അപാകതയുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ട് N സുബ്രഹ്മണ്യൻ തന്നെ അത് പിൻവലിച്ചു എന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു ഫോട്ടോയും പങ്കുവച്ചു. ആ ഫോട്ടോ യഥാർത്ഥ ചിത്രമാണ്, അത് AI അല്ല എന്ന വാദത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വാങ്ങിവെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഇനിയും ഉണ്ടാകും. അതിനുവേണ്ടി ഹാജരാകണമെന്നും N സുബ്രഹ്മണ്യനോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം UDF ഇതിനെ വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. കോൺഗ്രസിലെ നേതാക്കളൊക്കെ ഈ ഫോട്ടോ വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് അത് CPMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു ക്യാമ്പയിനാക്കി മാറ്റുമെന്നാണ് കോൺഗ്രസിലെ നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു N സുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല. ശബരിമലയെ സ്വർണ്ണക്കള്ളയെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്നു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രതിഷേധിക്കുക ചെയ്യും. ഇന്ന് വലിയ രാഷ്ട്രീയ കോലാഹലത്തിലാണ് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.